ഗുഡ് ഈവനിംഗ്, നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഇറാന് നേരെ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ വരികയാണ്. തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രത്തോട് വളരെ പ്രധാനപ്പെട്ട കേന്ദ്രത്തിന് നേരെ, ഇസ്ഫഹാൻ നഗരത്തിന് നേരെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. പക്ഷേ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ പല റിപ്പോർട്ടുകളും പുറത്ത് വരുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ദൗസർ, നമ്മൾ ഇന്നലെ ഈ വിഷയം സംസാരിച്ചപ്പോൾ ഇറാൻ്റെ നേർക്ക് ഇസ്രായേൽ വീണ്ടും നടത്തേണ്ട ഒരു ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അതൊരു ആത്മാഭിമാന പ്രശ്നമാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് വരികയാണ്. അമേരിക്ക ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഇറാനുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു ആക്രമണം നടന്നതായി സ്ഥിരീകരിക്കുന്നില്ല. യുദ്ധത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? അങ്ങനെ ഒരു യുദ്ധം ഉറപ്പിക്കേണ്ട അവസ്ഥയുണ്ടോ? അങ്ങനെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകും എന്ന് ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന സംഭവം, അതേക്കുറിച്ച് ഇറാൻ്റെ ഔദ്യോഗികമായിട്ട് വന്നിട്ടുള്ള പ്രതികരണം, ഇസ്ഫഹാൻ നഗരത്തിന് പുറത്ത് 2-3 ഡ്രോണുകൾ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു, ഞങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം അതിനെ നിർവീര്യമാക്കി എന്നുള്ളതാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഈ വിഷയത്തിൽ ഒരേ ഒരു ഔദ്യോഗിക വിശദീകരണം. പിന്നെ അമേരിക്കയും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഈ അമേരിക്കൻ മാധ്യമങ്ങൾ പറഞ്ഞു അത് ഇസ്രായേൽ അയച്ച ഡ്രോണുകളാണ്, ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് എന്നുള്ളത്. ഇസ്രായേൽ ഈ വിഷയത്തിൽ ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. അത് ഞങ്ങളുടെ ആക്രമണമാണെന്നോ അല്ലെന്നോ അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ, ഇസ്ഫഹാൻ എന്ന് പറയുന്ന ഇറാനി നഗരം, ആ നഗരം ഇറാൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത് വരുന്ന നഗരമാണ്. ഇറാൻ്റെ പ്രധാനപ്പെട്ട മിലിറ്ററി ബേസ് അവിടെയുണ്ട്. അവരുടെ ആണവ പലവിധ ന്യൂക്ലിയർ പ്രോജക്റ്റുകളുടെയും കേന്ദ്രം അവിടെയാണെന്ന് പറയപ്പെടുന്നുമുണ്ട്. അപ്പം അങ്ങനെ തന്ത്രപ്രാധാന്യമുള്ള നഗരമാണ്. ഇറാൻ്റെ ഒരു സാംസ്കാരിക തലസ്ഥാനം എന്നും പറയാവുന്നൊരു സ്ഥലമാണത്. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെയൊക്കെ തലസ്ഥാനമായിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ആകാശത്ത് വെച്ച് 3 ഡ്രോണുകൾ ഇറാനിയൻ എയർ ഡിഫൻസ് സിസ്റ്റം നിർവീര്യമാക്കി. ഇതാണ് അതിലുണ്ടായിട്ടുള്ള ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്. പിന്നുള്ളത്, ഇറാൻ അവരുടെ ഒരുപാട് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് സർവീസുകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര സർവീസുകളൊന്നും ക്യാൻസൽ ചെയ്തിട്ടില്ല. പക്ഷേ ടെലവീവിൽ നിന്നുമുള്ള നിരവധി അന്താരാഷ്ട്ര സർവീസുകൾ ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും യൂറോപ്യൻ എയർലൈൻ കമ്പനികളാണ് ആ തീരുമാനം എടുത്തിട്ടുള്ളത്. ഏതാണ്ട് 1 ഡസനോളം രാജ്യങ്ങൾ ടെലവീവിലേക്ക് പോകുന്നതും ടെലവീവിൽ നിന്ന് വരുന്നതുമായിട്ടുള്ള സർവീസുകളെല്ലാം ഇപ്പോൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഓയിൽ ഇൻഡസ്ട്രിയിലും ചില ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബാരലിൻ്റെ വില കൂടിയിട്ടുണ്ട്. അത് ചെറുതായി കൂടിക്കൊണ്ടിരിക്കുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട എക്സ്പേർട്സ് പറയുന്നത്. എനിവേ, സംതിങ് ഹാസ് ഹാപ്പൻഡ് എന്നേ പറയാൻ പറ്റുള്ളൂ. എന്താണ് സംഭവിച്ചത് നമുക്കറിയില്ല. ഇതിൽ ഒരു രസകരമായ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവിടുത്തെ ഈ ഇസ്രായേലിലെ ഒരു മിനിസ്റ്റർ ഉണ്ട്, ഇതാമിർ ബെൻ ഗിവർ എന്ന് പറയും. അവിടുത്തെ സോഷ്യൽ സെക്യൂരിറ്റി മിനിസ്റ്ററാണ്. ഒരു ഫാർ റൈറ്റ് കക്ഷിയുടെ നേതാവാണ്. നമ്മളുടെ ഒരു ആളുകൾക്ക് മനസ്സിലാകാൻ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു പ്രമോദ് മുത്തലിഖ് എന്ന് പറയാവുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ട്വീറ്റ് ഒരൊറ്റ വാചകമാണ്, ഹീബ്രു ഭാഷയിൽ, ഇംഗ്ലീഷിലിപ്പോൾ വീക്ക് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഹീബ്രു ഭാഷയിലുള്ള ഒരു വാക്കാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് വലിയ പ്രതിഷേധം ഇസ്രായേൽ നടക്കുകയാണ്. ഒരു മിനിസ്റ്റർ, അതും വാർ ക്യാബിനറ്റിൽ അംഗമായുള്ള ഇൻറ്റേർണൽ സെക്യൂരിറ്റിയുടെ ചാർജുള്ള ഒരു മിനിസ്റ്റർ ഇങ്ങനൊരു ട്വീറ്റ് ഈ സമയത്ത് നടത്തുന്നത് അങ്ങേയറ്റം നിരുത്തരവാദപരമാണെന്ന് പറഞ്ഞിട്ട് വേറെ ചില രാഷ്ട്രീയ നേതാക്കളും അവിടുത്തെ മാധ്യമങ്ങളും ഒക്കെ അദ്ദേഹത്തിന് തിരിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ്. പക്ഷേ അതേസമയം ഈ പറയുന്ന ഫാർ റൈറ്റ് കക്ഷികൾ അത് തൃപ്തിപ്പെടുത്തിയിട്ടില്ല. അതിൽ നിന്ന് വായിച്ചെടുക്കാവുന്ന കാര്യം, ഇന്നലെ നമ്മൾ സംസാരിച്ചതുപോലെ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്, ഇറാനെതിരെ എന്തെങ്കിലും ചെയ്തിട്ട്. അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു പക്ഷേ ഇദ്ദേഹം ഇറാനിലേക്ക് ഡ്രോൺ അയച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് ഒരു വീക്കായ വളരെ നിസ്സാരമായ ഒരു സംഗതിയാണ് ചെയ്തതെന്ന വിമർശനം ഈ പറയുന്ന സഖ്യകക്ഷികൾക്കുണ്ട് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു എന്താണ്, ഇസ്രായേലാണ് ഈ ആക്രമണം നടത്തിയതെങ്കിൽ അതിന് തന്നെയാണ് സാധ്യത. അപ്പോൾ വർക്ക് ചെയ്തുള്ള ഒരു ഐഡിയ ഇതായിരിക്കും എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര സമൂഹം അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ആക്രമണത്തിൻ്റെ വാർത്ത വന്നതിന് ശേഷവും നിരവധി വിദേശ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, G7 രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ എല്ലാവരും ഇവിടെ ഒരു യോഗം ചേർന്നിട്ടുണ്ട് ഇറ്റലിയിൽ.
അവർ സംയുക്തമായി തന്നെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അധികം പോകരുത്, ഡി എസ്കലേഷൻ വേണം, കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകരുത്. G7 രാജ്യങ്ങളുടെ മുഴുവൻ വിദേശകാര്യമന്ത്രിമാരും സംയുക്തമായി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ, ടർക്കി, ജോർഡൻ, ഇങ്ങനെ മേഖലയുള്ള രാജ്യങ്ങളും പടിഞ്ഞാറൻ രാജ്യങ്ങളും ഒക്കെ കുഴപ്പത്തിലേക്ക് പോകരുത് എന്ന് ഇതിനകം പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ നെതന്യാഹുവിന് മുമ്പിൽ രണ്ട് സംഗതികളാണുള്ളത്. അതായത് 3 കാര്യങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന്, ഈ പറയുന്ന ഈ ഡൊമസ്റ്റിക് പ്രഷർ അല്ലെങ്കിൽ കൊളീഷൻ പാർട്ട്നേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രഷർ. അദ്ദേഹത്തിൻ്റെ തന്നെയും ആളുകൾ ഈ നിലക്ക് ഇങ്ങനത്തെ ഒരു അഗ്രസീവ് പൊസിഷൻ എടുക്കണമെന്ന അഭിപ്രായമുള്ള ആളുകളാണ്. ഇടികട ഇറാൻ എന്നുള്ളതാണ് അവരുടെ, ഹമാസ്, ഇടികട ഇറാൻ, ഇതാണ് അവരുടെ ഒരു പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡൊമസ്റ്റിക് ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ രാഷ്ട്രത്തിൻ്റെ അഭിമാനം, ഇന്നലെ പറഞ്ഞ പോലെ 91-ന് ശേഷം ആദ്യമായിട്ടാണ് ഇസ്രായേൽ ഒരു പുറം ശക്തിയാൽ ആക്രമിക്കപ്പെടുന്നത്. ഇസ്രായേലിൻ്റെ എയർ ഡിഫൻസ് അല്ലെങ്കിൽ അവരുടെ എയർ ടെറിട്ടറി ബ്രീച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്, അത് പെനട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ അഭിമാനം സംരക്ഷിക്കുക എന്നുള്ളൊരു നാഷണൽ പ്രൈഡിൻ്റെ ഒരു ഘടകം അവിടെയുണ്ട്. പക്ഷേ അതേസമയം ഇങ്ങനെ ഒരു ഓപ്പൺ വാറിലേക്ക്, ഒരു ഫുൾ ബ്ലോൺ വാറിലേക്ക് പോയി കഴിഞ്ഞാൽ അത് സൃഷ്ടിക്കുന്ന ആഘാതങ്ങൾ, പല നിലക്കുള്ള ആഘാതങ്ങൾ, അതേക്കുറിച്ച് ധാരണയുള്ള ആളും കൂടെയാണ്. നിശ്ചയമായും അങ്ങനെ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ലീഡർഷിപ്പും യൂറോപ്യൻ ലീഡർഷിപ്പും എല്ലാം നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ തിരിച്ചടിക്കരുത് അല്ലെങ്കിൽ അങ്ങോട്ട് കയറരുത്. ഞാൻ ഇന്നലെ ജോ ബൈഡൻ വാൾ സ്ട്രീറ്റ് ജേർണലിൽ മെനിയാന്ന് എഴുതിയ ഒരു ലേഖനം കോട്ട് ചെയ്തിട്ടുണ്ട്. ആ ലേഖനം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഒരു വാചകം പറഞ്ഞുകൊണ്ടാണ്. ദർ ആർ മൊമെൻറ്റ്സ് ഇൻ ഹിസ്റ്ററി വിച്ച് കാൾസ് ഫോർ ലീഡർഷിപ്പ് ആൻഡ് കറേജ്, ദിസ് ഈസ് വൺ ഓഫ് ദം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ ലേഖനം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ലീഡർഷിപ്പ് ഈ സമയത്ത് ലീഡർഷിപ്പ് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പത്തിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആ ഒരു ശ്രദ്ധ വേണം എന്ന് ജോ ബൈഡനും യൂറോപ്യൻ ലീഡർഷിപ്പും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അൽ ജസീറയിൽ വന്നുള്ള ചില വിശകലനങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ഈ ഇറാൻ എസ്കലേഷനിലേക്ക്, ഇറാനുമായി ബന്ധപ്പെട്ട യുദ്ധത്തിലേക്ക് പോകരുത് എന്ന കാര്യത്തിലൊക്കെ അമേരിക്കൻ ലീഡർഷിപ്പിനും യൂറോപ്യൻ ലീഡർഷിപ്പിനും അവർക്ക് വലിയ താല്പര്യമുണ്ട്. അവർ നിരന്തരം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ പല പ്രധാനപ്പെട്ട ഒരു കാരണം അതിൽ ഗ്ലോബൽ എക്കണോമിയെ വളരെ പെട്ടെന്ന് ബാധിക്കും എന്നുള്ളത് തന്നെയാണ്. ഗ്ലോബൽ എക്കണോമിയെ ബാധിക്കും, ഈ മാരിടൈം ട്രേഡിനെ ബാധിക്കും, എല്ലാ നിലക്കും വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. നമ്മളൊരു കയ്യിൽ നിൽക്കാത്ത നിലയിൽ അതിങ്ങനെ പോകും. അത് ലോകത്തെ ഏതാണ്ട് എല്ലാ രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അചിന്ത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നോക്കൂ, ഈ പ്രശ്നങ്ങളുടെ എല്ലാം ക്രക്സായി നിൽക്കുന്നത് എന്താണ്? അത് തന്നെയാണ് ഇറാൻ പ്രസിഡൻറ്റും പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാന പ്രശ്നമായി നിൽക്കുന്നത് കാരണം എന്താണ്? അത് ഫലസ്തീൻ പ്രശ്നമാണ്. അതേക്കുറിച്ച് അത് പരിഹരിക്കൂ. അത് പരിഹരിക്കാൻ ഈ പറയുന്ന ബൈഡൻ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറഞ്ഞതുപോലെ ലീഡർഷിപ്പ് എന്തു ചെയ്യുന്നു, ഗ്ലോബൽ ലീഡർഷിപ്പ് എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. ഇപ്പോൾ ഈ ഇറാനിലേക്കുള്ള ആക്രമണം നടന്നോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ റഫേലിലേക്കുള്ള ഓപ്പറേഷന് വേണ്ടി ഇസ്രായേൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഗസയ്ക്ക് മേലുള്ള ആക്രമണം ഇപ്പോഴും നടക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നുണ്ട്. അവിടത്തേക്കുള്ള എയർ ട്രക്കുകൾ പഴയ സുഗമമായി പോകുന്നതിൽ ഇസ്രായേൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പം ഇന്ന് ജോർദാനെയും വിദേശകാര്യമന്ത്രി പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും അടിസ്ഥാന പ്രശ്നം ഗസയിൽ നടക്കുന്ന ഈ സേവേജറിയാണ്, ഈ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ആക്രമണമാണ്. അത് അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായി നിൽക്കുന്നത്. അത് ബാക്കിയെല്ലാം ഇറാനെ ആക്രമിച്ചോ അങ്ങോട്ട് പോയോ ഇങ്ങോട്ട് പോയോ എന്നൊക്കെ ഉള്ളത് അതൊക്കെ അതിൻ്റെ ഉപചോദ്യങ്ങൾ മാത്രമാണ്. അടിസ്ഥാന ചോദ്യം, ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ, അത് പരിഹരിക്കപ്പെടാതെ മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാവില്ല, ലോകത്തും സമാധാനം ഉണ്ടാവില്ല. ജെയിംസ് അല്ല പറഞ്ഞത്, പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റി എഴുതപ്പെടാൻ പോകുന്ന ഒരു പ്രശ്നമാണ്, അത് ദീർഘമായി നിൽക്കാൻ പോകുന്ന ഒരു പ്രശ്നമാണെന്നാണ്. ഇപ്പോൾ അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോയാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇറാനുമായും വ്യാപാര ബന്ധമുണ്ട്, ഇസ്രായേലുമായി വ്യാപാരമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ, അത് ഇപ്പോൾ ഗ്ലോബൽ എക്കണോമിയെക്കുറിച്ചൊക്കെ സാർ സംസാരിച്ചല്ലോ, അപ്പോൾ എങ്ങനെയാണ് സാമ്പത്തികമായി ഉള്ള വിഷയങ്ങളിലടക്കം എങ്ങനെയാണ് മറ്റ് രാജ്യങ്ങളെ അത് ബാധിക്കാൻ പോകുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണവില ഷൂട്ടപ്പ് ചെയ്യുന്നതാണ്. ഇന്ന് തന്നെ കണ്ടില്ലേ, ഒരു വലിയ ആക്രമണമൊന്നും അല്ല നടന്നത്. അങ്ങനെ ഒരു ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്നില്ല, IDF പറയുന്നില്ല. 2 US ഒഫീഷ്യൽസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ലോകമാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ആക്രമണം അവർ നടത്തിയതാണോ എന്ന് ചോദിക്കുമ്പോൾ അനോണിമസ് ആയിട്ട് അവർ പറയുന്നത്
ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും സഹായത്തോടെയാണ് ഞങ്ങൾ ആക്രമണം നടത്തിയതെന്നാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ മൊത്തം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിൽ നിന്നൊരു ഡ്രോൺ പോയി അവിടെ ആക്രമണം നടത്തുകയല്ല ചെയ്തത്. ഇറാൻ്റെ അകത്തുള്ള സ്പൈകളെ ഉപയോഗിച്ച് ഈ ഇസ്ഫഹാൻ എന്ന് പറയുന്ന നഗരത്തിൽ ഒരു ആക്രമണത്തിന് ശ്രമിച്ചു. അവരുടെ എയർ ഡിഫൻസ് അത് പരാജയപ്പെടുത്തി. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇന്നലെ ദാവൂദ് പറഞ്ഞല്ലോ, ഈ ഇസ്രായേലിൻ്റെ ലാൻഡ് ടെറിട്ടറി ഭേദിച്ചുകൊണ്ടൊരു മിസൈൽ വന്ന് അവിടെ പതിച്ചു എന്നുള്ള ഇസ്രായേലിന് വളരെ മോശമാണ്. അതുപോലെ തന്നെ ഇറാനും മോശമാണ് ഈ കാര്യം. ഇപ്പോൾ ഇറാൻ്റെ ടെറിട്ടറിക്ക് അകത്ത് നിന്നൊരു സ്പൈ ഉപയോഗിച്ചിട്ടാണ് ഈ ഡ്രോൺ ആക്രമണം നടത്തുന്നത്. ഇറാൻ എത്രമാത്രം വൾണറബിളാണ് എന്നുകൂടി തെളിയിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഇറാൻ ഒരു ന്യൂക്ലിയർ രാജ്യമാണ്. അപ്പോൾ അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റിക്കൊന്നും ഒരു ഡാമേജ് ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും അവർക്കകത്ത് നിന്ന് അങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ ഇസ്രായേലിന് കഴിയുമെങ്കിൽ ഇറാൻ ഭയക്കേണ്ടതുണ്ട്. ഇറാൻ ഭയക്കാൻ മറ്റു പല കാരണങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇസ്രായേലിൽ നിന്നുകൊണ്ട് ഇറാനെതിരെ ഒരു യുദ്ധം നയിക്കുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരതിന് തുനിയില്ല. ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് അവർ പോവില്ല. പകരം അവർക്ക് ചെയ്യാവുന്ന ഒന്ന് ഇറാനകത്തൊരു ടെറർ അറ്റാക്ക് സംഘടിപ്പിക്കുക. അത് നമ്മൾ മുമ്പ് കണ്ടതാണ്, 2 മാസം മുമ്പ് കണ്ടതാണ്. എങ്ങനെയാണ് ഇറാൻ നഗരത്തിൽ കമ്രാൻ നഗരത്തിൽ ഒരു 100 പേര് മരിച്ചൊരു സ്ഫോടനം. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു, ആര് ചെയ്യുന്നു നമുക്ക് ഒറ്റ നോട്ടത്തിൽ അത് മനസ്സിലാവും. അത്തരം കാര്യങ്ങൾ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം അത് ഈ ഇസ്രായേലിനകത്തുള്ള ഈ അസംതൃപ്തരായ റൈറ്റ് വിങ്ങേഴ്സിനെ തൃപ്തിപ്പെടുത്തില്ല. അവിടെ പോയി ഒരു ഭീകരാക്രമണം നടത്തിയത് നമ്മളാണെന്ന് ഏറ്റെടുത്ത് പറയാൻ കഴിയില്ല. പക്ഷേ ഇത് പറയാൻ പറ്റും. ഇത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഞങ്ങളാണ് നടത്തിയതെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അത് അവർ എന്ന് മാത്രമല്ല, അത് നമ്മളാണ് ചെയ്തത് എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടുന്ന വിധം ഇപ്പോൾ ഇത്തമാർ ബെൻഗൂർ എഴുതിയല്ലോ, ട്വിറ്ററിൽ എഴുതിയല്ലോ ഒറ്റ വാക്ക്, ഇത് പോരായിരുന്നു എന്ന് അവർക്ക് തോന്നുന്നത് നമ്മളാണ് ചെയ്തതെന്ന് അവർക്ക് ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം, അത്തരം ഭീകരാക്രമണങ്ങളും ഈ അകത്തെ സ്പൈകളെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ആക്രമണം നടത്താൻ കഴിയും എന്നുള്ളത് ഇറാനെ പോലെ ഇറാൻ ശക്തമായ ഒരു സൈനിക രാജ്യമാണ്. ശക്തമായ രാജ്യത്തെ സംബന്ധിച്ച് അവരിരുത്തി ചിന്തിക്കേണ്ടതാണ്. ഇത്രയും വീക്കാണ്, ഇത്രയും വൾണറബിൾ ആണോ അവരുടെ അവസ്ഥ എന്ന് കൂടി ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഇനി ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇത് ഇങ്ങനെ എസ്കലേറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതിൻ്റെ ഒന്നാമത്തെ കാരണം, ഇത് വളരെ നിസ്സാരമായൊരു കാര്യമാണ്, ഞങ്ങളത് എന്ത് ചെയ്തു, ഞങ്ങളത് ന്യൂട്രലൈസ് ചെയ്തു എന്ന് ഇറാൻ പറയുന്നു. ഇസ്രായേൽ അത് ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് എസ്കലേറ്റ് ചെയ്യാൻ 2 രാജ്യങ്ങളും ആഗ്രഹിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം. ഇപ്പോൾ ഞങ്ങളുടെ ഇസ്ഫഹാനിൽ ഇവർ ഒരു ഡ്രോൺ അയച്ചു, നാളെ ഞങ്ങൾ തിരിച്ചയക്കുമെന്നൊന്നും ഇറാനും പറയുന്നില്ല. അതിന് പ്രതികാരം ചെയ്യുന്ന ഇറാൻ പറയുന്നില്ല. ഇത് ഞങ്ങളാണെന്ന് ഇസ്രായേലും പറയുന്നില്ല. അതിനർത്ഥം അങ്ങനെ ഒരു യുദ്ധം 2 രാജ്യങ്ങളും ആഗ്രഹിക്കുന്നില്ല. അതിന് പല പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇസ്രായേലിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു മൾട്ടി പോളാർ വാറിലേക്ക് പോകാൻ പറ്റിയ ശേഷി അവർക്കില്ല. 2 അമേരിക്ക അതിന് സമ്മതിക്കുന്നില്ല. അവർ ഈ നിലവിലുള്ള ഗസ യുദ്ധത്തെ അവർ സഹായിക്കുമ്പോൾ പോലും ഇങ്ങനൊരു യുദ്ധത്തിലേക്ക് പോകാൻ അമേരിക്ക സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം. ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഒരിക്കലും യുദ്ധത്തിലേക്ക് പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒക്ടോബർ 7 ശേഷം പല കാരണങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. അവരുടെ കമാൻഡർ വധിച്ചിട്ടുണ്ട്, അവരുടെ സൈനിക മേധാവികളെയും ഡിപ്ലോമാറ്റുകളെയും വധിച്ചിട്ടുണ്ട്, അവരുടെ പല ഡിപ്ലോമാറ്റിക് സെൻറ്ററുകളിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലും അവരൊരു തിരിച്ചടിക്ക് പോയിട്ടില്ല. ഈ ഒരു കോൺസേർട്ട് അപ്പാടെ തന്നെ ബോംബിട്ട് തകർത്തപ്പോഴാണ് അവരൊരു തിരിച്ചടി നൽകിയത്. അപ്പോൾ അങ്ങനെ ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് ഇറാനും പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതിനും അവർക്ക് അവരുടേതായ കാരണം, അവരൊരു ന്യൂക്ലിയർ ശക്തിയാണ്. ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവർക്കിടയിൽ ഉണ്ടാക്കുന്ന ഡാമേജ് അവർക്ക് ആലോചിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, അമേരിക്ക കൂടി ആ യുദ്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ റീജിയൻ മുഴുവൻ ഉണ്ടാകാൻ പോകുന്ന ഒരു ഡാമേജ് അത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ഗ്ലോബൽ എക്കണോമി ബാധിക്കുന്നു മാത്രമല്ല, മിഡിൽ ഈസ്റ്റിനെ തന്നെ പിടിച്ചു കുലുക്കുന്നൊരു യുദ്ധമായി അത് മാറും. അതൊരു 3rd വേൾഡ് വാറായിട്ട് മാറാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് 2 രാജ്യങ്ങൾ അതിലേക്ക് തുനിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ദാവൂദ് സാഹിബ് പറഞ്ഞല്ലോ, ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എവിടെ കിടക്കുകയാണ്, അതിപ്പോഴും പരിഹരിക്കാതെ കിടക്കുകയാണ്. ഇവിടെ UN സെക്യൂരിറ്റി കൗൺസിൽ ഒരു പ്രമേയം പാസ്സാക്കി അവിടെ വെടിനിർത്തൽ പ്രഖ്യാപിക്കണം പറഞ്ഞിട്ട് ഇപ്പോൾ എത്ര ദിവസമായി. എന്നിട്ട് ആ വെടിനിർത്തൽ മെറ്റീരിയലൈസ് ചെയ്യാൻ ലോകരാജ്യങ്ങൾക്ക് കഴിയുന്നില്ല, ലോക വൻശക്തി രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല. ഇന്നലെ UN സെക്യൂരിറ്റി കൗൺസിൽ മറ്റൊരു പ്രമേയം കൂടി വന്നിരുന്നു. ഫലസ്തീൻ രാജ്യത്തെ UN-ന്റെ സ്ഥിരാംഗത്വം നൽകണം എന്നാവശ്യപ്പെട്ടുള്ള ഒരു പ്രമേയം. പൂർണ്ണാംഗത്വം നൽകണം എന്നുള്ള പ്രമേയം. ഇപ്പോൾ എന്താണ്, നിരീക്ഷക പദവി എന്നാണുള്ളത്, ഒബ്സർവർ സ്റ്റേറ്റ്. അപ്പോൾ ആ പൂർണ്ണാംഗത്വം നൽകാനുള്ള പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തു. അപ്പോൾ ഈ അമേരിക്ക ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ്, ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്താണെന്നുള്ള അമേരിക്കയോട് തിരിച്ച് ആളുകൾ ചോദിക്കണം. അമേരിക്ക എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഒബാമയുടെ തിയറിയാണ് 2 നേഷൻ തിയറി. ട്രംപും ഏതാണ്ട് ഏറെക്കുറെ അതൊക്കെ സമ്മതിക്കുന്ന ആളാണ്. അപ്പോൾ ഈ 2 നേഷൻ തിയറി എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് ഇസ്രായേലും മറുവശത്ത് ഫലസ്തീനും എന്നുള്ളതാണ് 2 നേഷൻ തിയറി. 2 നേഷൻ തിയറി തന്നെ ഫലസ്തീനുകൾ അംഗീകരിക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്ത് തന്നെ അവർ അംഗീകരിക്കേണ്ടതില്ല, കാരണം അവർ അധിനിവേശ രാജ്യമാണ്. അപ്പോൾ ഈ 2 നേഷൻ തിയറി വേണമെന്നുള്ള അമേരിക്കയുടെ പരമ്പരാഗത നിലപാട്, ആ നിലപാടിനെതിരല്ല UN അവർക്ക് സ്ഥിരാംഗത്വം കൊടുക്കാത്തത്. ഇപ്പോൾ നിലവിലുള്ള ടെറിട്ടറി ഗസയും വെസ്റ്റ് ബാങ്കും മാത്രം വെച്ചുകൊണ്ട് ഫലസ്തീനോട് സ്ഥിരാംഗത്വം കൊടുക്കുന്നതിൽ അമേരിക്ക എന്താ പ്രശ്നം? അപ്പോൾ അമേരിക്ക യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? അമേരിക്ക യഥാർത്ഥത്തിൽ ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ, ഞാൻ പറയുന്നത് അമേരിക്കയിൽ ജോ ബൈഡനെ കുറിച്ചല്ല, ഞാൻ പറയുന്നത് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചല്ല, അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ വിദേശ നയം ഫലസ്തീൻ അംഗീകരിക്കുന്നില്ല. ശങ്കരാടി പറയുന്ന പോലെ
ഞങ്ങൾ വിവാഹത്തിനെതിരാണെന്ന് പറയുന്ന പോലെ ഞങ്ങൾ ഫലസ്തീനെതിരാണ്. അത് ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അമേരിക്കയിലെ റൂളിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ വിദേശ നയം അതാണ്. അവർ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നില്ല എന്നാണ് അതിൻ്റെ പച്ച മലയാളത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും കൊടിയ ഒരു അനീതി, കൊടിയൊരു കാപട്യം ലോകത്ത് നിലനിൽക്കുമ്പോൾ ഈ പ്രശ്നം 2024 തീരുമെന്ന് നമ്മൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കുക രേഷ്മ? യെസ്, തീർച്ചയായും അത് തന്നെയാണ്. എന്താണെങ്കിലും ഇനിയും ഇറാൻ്റെയും ഇസ്രയേലിൻ്റെയും ഒക്കെ നീക്കങ്ങൾ വളരെ നിർണായകമാണ്. കാത്തിരിക്കാം.